Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിബിൻ. ഞാൻ സോഫി വി എസ്. ഇപ്പൊ ലാബ് അസിസ്റ്റന്റ്, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 3 മാസത്തിലേറെയായി അല്ലെ. ആ നോട്ടിഫിക്കേഷൻ വന്ന സമയം കൊണ്ട് കുട്ടികളിൽ പലരും നന്നായിട്ട് പഠിച്ചു പോരുന്നവരുണ്ടാവും, ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ചില കുട്ടികളൊക്കെ ഈ സിലബസ് കണ്ടിട്ട് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ വിട്ടുപോയിട്ടുള്ളവരുണ്ടാവും. ഇനി ഇത് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരും ഉണ്ടാകും അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ശരിക്കും ബയോസയൻസ് പഠിച്ച +2 ബേസ് മാത്രമുള്ള കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ലോട്ടറി അടിച്ച പോലെ നോട്ടിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ മിസ്സേ, നമുക്കറിയാം ഇതിനകത്ത് 2 പാർട്ടുകളുണ്ട് അല്ലെ. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഇപ്പൊ പാർട്ട് 1 കണ്ടിട്ടായിരിക്കും മിക്കവാറും ബയോസയൻസ് പഠിച്ചവരെല്ലാവരും ഈ ഒരു പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത്. കാരണം വെച്ചാൽ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ പ്യുവർ MLT പഠിച്ചവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കുണ്ടാവുന്ന ഒരു വലിയ ഡൗട്ട് എന്ന് വെച്ചാൽ ഈ MLT പഠിച്ചവർക്ക് മാത്രമാണോ ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ അവർക്കാണോ കൂടുതൽ ജോലി സാധ്യത എന്നെല്ലാം പല ഡൗട്ട് കൊണ്ടായിരിക്കും ഈ കുട്ടികൾ ഈ MLT പോർഷൻസ് പഠിക്കാതിരിക്കുന്നത്. അപ്പൊ ഈ MLT പോർഷൻസ് അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ മിസ്സേ? അതായത് ഈ MLT ടോപ്പിക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏകദേശം 50 മാർക്ക്, നമ്മുടെ മൊത്തമുള്ള 100 മാർക്കിന്റെ പകുതിയോളം MLT ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിച്ച കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവും എന്നുള്ളതേ ഉള്ളൂ. പഠിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും പഠിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ടോപ്പിക്കാണ് MLT എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ +2 ലെവലില് സയൻസിൽ നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്ന ഒരു മെജോറിറ്റി കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ എക്സ്ട്രാ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പരിചയമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ലാബിലൊന്നും പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമുക്ക് പല ടോപ്പിക്കും നമ്മളിങ്ങനെ ക്ലാസ് കേട്ടിരിക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്, ഇതാണ് ഇതിനകത്ത് പഠിക്കേണ്ടതെന്ന് തോന്നുന്നത്ര ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കായാലും ഇനിയും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു MLTക്കകത്ത് മൊത്തം ഒരു 4 മോഡ്യൂളാണ് ഉള്ളത്. ഓക്കെ, ഈ 4 മോഡ്യൂളിൽ നിന്നും കൂടാണ് 50 മാർക്ക് നമ്മൾ കവർ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് പല പോർഷൻസും നമ്മൾ ബയോസയൻസിൽ പഠിക്കുന്ന ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ചൊരു എനിക്കൊന്ന് ലാബ് ടോപ്പിക്ക് മാത്രമായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ 10 മാർക്കിന്റെ ഈ ഒരു എന്താ പറയുന്ന ലാബിന്റെ ബേസിക് ലാബിന്റെ ആ ഒരു സംഭവം മാത്രമാണ് ഫസ്റ്റ് കുറച്ച് നമുക്കൊരു എക്സ്ട്രാ ആയിട്ട് വേണ്ടി വരുന്നത്. പക്ഷെ എന്നാൽ പോലും അതിനകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ. ഇപ്പൊ ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ലാബിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ ലാബിൽ പാലിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ്, അതുപോലെ തന്നെ കുറെ വാർണിംഗ് സിമ്പിൾ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് എളുപ്പത്തിൽ 1-2 ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവുന്നത്ര ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അതുപോലെ ക്വസ്റ്റ്യൻസ് കണ്ടാലും നമുക്ക് മനസ്സിലാകാം അല്ലെ. ഒന്നും പഠിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും ഒരു ജനറൽ അവയർനെസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആണെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അതൊരു ഒബ്സർവേഷൻ ഉണ്ടായാലും കൂടെ മതി. ലാബിലൊന്നും പോകാത്തവരായിട്ട് ആരാ ഉള്ളത്, അവിടെ എങ്ങനെയാണ് ആ വേസ്റ്റ് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നല്ലേ ക്ലാസ് വേഴ്സിന് വേണ്ടി അതൊക്കെ തന്നെയല്ലേ നമ്മൾ ഇവിടെ തന്നെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ ചില വാർണിംഗ് സിമ്പിൾസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് വാർണിംഗ് സിമ്പിൾസ് ഒക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് പലയിടത്തും കാണുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു ഒബ്സർവേഷൻ ഉള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് പല ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഈ ബ്ലഡ് ബാങ്കിങ് ആണെങ്കിലും ഇമ്മ്യൂണോ ഹെമറ്റോളജി ആണെങ്കിലും ഇതിനകത്ത് കുറെ, അതായത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണെങ്കിലും ആന്റികോയാഗുലൻസ് ആണെങ്കിലും ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് പഠിക്കുന്ന കാര്യങ്ങൾ കുറെ അധികം. പിന്നെ ഈ പേരൊക്കെ കേൾക്കുമ്പോഴായിരിക്കും ഇവര് ഇത് പഠിക്കണം വേണ്ടത്. ഇതിനകത്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും. പക്ഷെ ഇത് ചെയ്യേണ്ട ചില മെത്തേഡ്സ് മാത്രം നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നുന്ന പേടികളാണെങ്കിൽ പോലും നമുക്ക് അത്ര വലിയ അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഉള്ളതല്ല. ജസ്റ്റ് ആ മെത്തേഡ്സ് ഒക്കെ ഈസിലി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ക്ലിനിക്കൽ പത്തോളജി ഇല്ലേ, ഇപ്പൊ നമുക്ക് +2 ആണെങ്കിൽ നമുക്ക് മലേറിയയെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അല്ലാതെ പറഞ്ഞ ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് രോഗങ്ങളുണ്ട്. അത് അത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതിയോ? അതായത് ക്ലിനിക്കൽ പത്തോളജിയിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇപ്പൊ യൂറിൻ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒക്കെ സാമ്പിളിന്റെ കളക്ഷൻ, അതിന്റെ അനാലിസിസ്, അതുപോലെ ജനറൽ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ നമ്മൾ ക്ലിനിക്കൽ പത്തോളജിയിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, ഒന്ന് ഈ യൂറിൻ ആണെങ്കിലും ലിവർ ഫംഗ്ഷൻസ് ആണെങ്കിലും ലിവർ ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ പിള്ളേർക്ക് +2 പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ റെക്കോർഡ് എഴുതി ചെയ്യുന്നതല്ല. അതിനകത്ത് മാത്രമല്ല ഇതിനകത്ത് വരുന്ന കാര്യം തന്നെയാണ് അല്ലെ, ഈ ബയോകെമിസ്ട്രി കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തായാലും ഇതൊരു ലാബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ. എന്തായാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണ്.
മൈക്രോബയോളജി ആണെങ്കിലും microbiology- മൈക്രോബയോളജി പ്ലസ് ടു പഠിക്കാനുള്ള മൈക്രോബയോളജി പ്ലസ് ടുന് പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ്. ഇപ്പൊ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ മോർഫോളജി, അതുപോലെ തന്നെ അതിന്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, കൾച്ചർ മെത്തേഡുകൾ, അതിലൊക്കെ കൾച്ചർ മീഡിയ, ഇതൊക്കെ നമ്മൾ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു ബേസ് ലെവൽ നോളജ് നമുക്ക് അവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ മിസ്സിനെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ MLT എന്നല്ലേ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെ ഔട്ട്സൈഡ് ഇപ്പൊ ഡിഗ്രി MLT ഉണ്ടല്ലോ, BSc MLT ഉണ്ട്, അപ്പൊ അതിനകത്ത് നിന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതായത് പ്യുവർ പ്ലസ് ടു ബേസ്ഡ് ആണോ? കാര്യം ഇതൊരു പ്ലസ് ടു ബേസ്ഡ് എക്സാം ആയതുകൊണ്ടും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ടും ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഡിഗ്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലായിരിക്കും. അത്രയും ഒരു വലിയ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഈ സിലബസ് വെച്ച് അപ്പൊ ഇതിനുള്ള റെഫറൻസ് എന്ന് പറയുന്നത് മിസ്സേ ഇപ്പൊ MLT റെഫറൻസ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ VSC ടെക്സ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ MLTയുടെ അതിന്റെ ടോപ്പിക്സ് വെച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പൊ ഒരു പ്ലസ് ടു ലെവലുള്ള ടെക്സ്റ്റ് മാത്രം പ്ലസ് 1 പ്ലസ് 2 ടെക്സ്റ്റുകൾ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ടാവില്ലേ ഇപ്പൊ 2-3 വർഷം മുമ്പേ? ഇപ്പൊ ഇത് കാരണം ഈ ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നില്ലേ ഈ MLTയുടെ കഴിഞ്ഞ ലാസ്റ്റ് വർഷവും ഈ സെയിം സിലബസ് തന്നെയായിരുന്നു. ഇപ്പോഴും ഇതുവരെ സിലബസിന് വലിയ വ്യത്യാസമൊന്നും വരാതെ ഈ സെയിം സിലബസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതല്ലേ, അപ്പൊ തീർച്ചയായിട്ടും പഠിച്ചെടുക്കാവുന്ന പോർഷൻസ് ആണ്. പറഞ്ഞത് മനസ്സിലായാലോ? MLT ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു പോർഷൻ തന്നെയാണ് MLT പോർഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. പഠിച്ചു നോക്കിയതിന് ശേഷമല്ലേ നമുക്ക് അറിയാൻ സാധിക്കൂ അത് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ആദ്യത്തെ ഒരു 1-2 ആഴ്ച ചിലപ്പോൾ നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേക്കാം, കാരണം നമുക്കൊന്നും അറിയില്ലാത്ത പോർഷൻസ് ആണല്ലോ. പക്ഷെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നോക്കി, ഇല്ലെങ്കിൽ ഈ ഒരു ജോബ് എനിക്ക് അത്രമേൽ ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പം നമുക്കൊരു പ്ലസ് ടു ലെവലിലെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ജനറൽ PSCയുടെ കാര്യം പറയുമ്പോൾ ഒരു LGS ലെവലുള്ള ഒരു എക്സാം ആണെങ്കിൽ പോലും നമുക്കൊരു വലിയൊരു വാസ്റ്റ് സിലബസ് നമുക്ക് GK നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സിലബസ് വളരെ കുറഞ്ഞൊരു സിലബസ് ആണ്. അത് മാത്രമല്ല GK പോർഷൻസ് ഇവിടെ ഇല്ല. ജനറൽ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സിലബസിനകത്ത് ഇല്ല. അത് മാത്രമല്ല ഈ കുട്ടികളെ വലയ്ക്കുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, ഇത് ഇങ്ങനത്തെ റീസണിങ്, ഇതൊന്നും ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടില്ല. അതെ, ഇവര് പ്ലസ് ടുവിൽ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ ഇല്ലെങ്കിൽ റിനൈസൻസോ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന GK ഒന്ന് പഠിച്ചെടുക്കുന്നതിന്റെ 4-1 ബുദ്ധിമുട്ട് പോലും ഇല്ല കുട്ടികളെ ഈ MLTയുടെ ഇത്രയും പോർഷൻസ് പഠിച്ചെടുക്കാനുള്ള പാടെന്ന് പറയുന്നത് അല്ലെ. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. നിങ്ങൾ അതുകൊണ്ട് പകുതിക്ക് വെച്ച് പഠനം നിർത്തിയവരാണെങ്കിൽ തീർച്ചയായിട്ടും റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്തായാലും ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും എക്സാംസ് ഉണ്ടാവും. പിന്നീട് നമുക്ക് വരുന്ന പാട്ടെന്ന് പറയുന്നത് പാർട്ട് 2 ആണ്. ഈ പാർട്ട് 2 4 സബ്ജക്റ്റുകൾ ഉണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, പിന്നെ ബോട്ടണി, സുവോളജി, ഇത്രയും പോർഷൻസ് ആണുള്ളത്. പക്ഷെ പ്ലസ് ടുവിൽ പഠിച്ച എല്ലാ പോർഷൻസും ഇതിനകത്ത് പഠിക്കാനുമില്ല അല്ലെ. ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാം പ്ലസ് ടു വരുന്നില്ല, എന്റെ പോർഷൻസ് ഇല്ല. മാത്രമല്ല നമ്മൾ ഫിസിക്സിന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഫിസിക്സ് പ്ലസ് ടുവിന് പഠിച്ച സമയത്ത് നമുക്ക് എന്തുമാത്രം ഡെറിവേഷൻസ് ഉണ്ടായിരുന്നു, എന്തൊരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഫിസിക്സിന് ഒന്നും അറിയില്ലാത്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ ഫിസിക്സിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അവൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തെ ജസ്റ്റ് പാസ് മാർക്കുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചു. അപ്പൊ അവനെ സംബന്ധിച്ച് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള ഒരു വലിയ ചിന്ത ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഈ തിയറി എല്ലാം വായിച്ച് പഠിച്ച് എടുക്കുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചെയ്ത് അവൻ എന്ത് ചെയ്യും, ഈ പോർഷൻസ് കുറച്ചും കൂടെ ഫെമിലിയർ ആക്കും. അപ്പൊ ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ആണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് പോർഷൻസ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ പഠിച്ചിട്ട് കിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് അവന് ഈ തിയറി ഒരുപാട് പഠിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മൾ ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു പോർഷൻസ് അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അടുത്ത വരുന്ന മാത്രമല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനും പറ്റും. അപ്പൊ CCയിലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഇതെല്ലാം ബേസ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും വീക്കായിട്ട് വരുന്നത് ആ വീക്ക് പോർഷൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻസ് ഞാൻ 10 വർഷം മുമ്പ് പഠിച്ചു കഴിഞ്ഞാണെന്നോ അല്ലെങ്കിൽ 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നോ അതൊന്നും ഇവിടെ ഒരു ക്രിറ്റീരിയ അല്ല കുട്ടികളെ. നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ നന്നായിട്ട് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ആണെങ്കിൽ നമുക്കത് തിയറി പേപ്പറിലൂടെ ഒരു ഡീപ്പായിട്ടുള്ള തിയറി പഠനത്തിലൂടെ അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ പോർഷൻസിന് നന്നായിട്ട് ഫെമിലിയർ ആയതിനു ശേഷം മാത്രം എക്സാംസിലോട്ട് പോകാം അല്ലെ. ഈ 15 മാർക്കാണ് നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും വരിക. 15 മാർക്ക് ഫിസിക്സിനും 15 മാർക്ക് കെമിസ്ട്രിക്കും ആണുള്ളത് അല്ലെ. അപ്പൊ ഇതിനകത്ത് അതുപോലെ ഈ കെമിസ്ട്രി ഇപ്പൊ ഫിസിക്സ് ചിലപ്പോൾ ഈസി ആയിട്ടുള്ളവരെ സംബന്ധിച്ച് കെമിസ്ട്രി ഭയങ്കര ടഫ് ആയിട്ടുള്ളവരായിരിക്കും. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്നൊക്കെ. ഇവിടെ നമുക്ക് ഒന്നിന്റെ പോലും ഇക്വേഷൻസ് പഠിക്കാനില്ല അല്ലെ. ഏതെങ്കിലും സ്ട്രക്ചറുകൾ പഠിക്കാനുണ്ടോ? ഇല്ല. ഇതിനകത്ത് പീരിയോഡിക് ടേബിൾസ് ഒക്കെ വളരെ ബേസ് ആയിട്ട് വരുന്ന
നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ എന്റെ കൂടെ പഠിക്കാൻ. നമ്മൾ പീരിയോഡിക് ടേബിളിനകത്ത് ഇപ്പൊ നോക്കുവാണെങ്കിൽ എസ് ബ്ലോക്ക് എലിമെന്റ്സ് പി ബ്ലോക്ക് എലിമെന്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാം. ട്രാൻസിഷൻ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ബാക്കി എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഒക്കെ നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളെ. അത് തന്നെ, ആകെ രണ്ട് എലിമെന്റ്സേ നമുക്ക് ഇവിടെ പഠിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ച് മാറ്റിക്കളയേ ചെയ്യരുത്. നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം ബാക്കി വരുന്ന ഏറ്റവും പോർഷൻസ് എന്ന് പറയുന്നത് ബോട്ടണി സുവോളജിയുമാണ് അല്ലെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഏറ്റവും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന 2 ടോപ്പിക്സ് ആണ് ബോട്ടണി സുവോളജി. ഇതിനകത്ത് കിട്ടുന്ന 20 മാർക്ക് എന്റെ സബ്ജക്ട് ആയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കൂടിയും നമ്മൾ പറഞ്ഞു പാർട്ട് 1-ലും പാർട്ട് 2-ലും വരുന്ന കുറെ അധികം കോമൺ പോർഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അവിടെയും പ്രയോജനം ചെയ്യും, അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും പ്രയോജനം ചെയ്യും. ഈ 20 മാർക്കിനകത്ത് 15 മാർക്ക് കണ്ണു അടച്ചിരുന്ന പുല്ല് നിങ്ങൾക്ക് കിട്ടും. അത്രയും നല്ല രീതിയിൽ നമ്മൾ ക്ലാസ് കൊടുത്തു തരും. അപ്പൊ അതോടൊപ്പം നിങ്ങൾ വിഷമിക്കാൻ വേണ്ട. ഇപ്പൊ ബോട്ടണിയിലാണെങ്കിലും ഇപ്പം നമ്മളിപ്പോ ഒരു ബോട്ടണി അറിയില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചല്ലേ ഇപ്പൊ ടാക്സോണമി ഭയങ്കര ടഫായിരിക്കും. അല്ലെങ്കിൽ എന്റെ ഫാമിലീസ് ഒക്കെ പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ടഫായിരിക്കും. ഇവിടെ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ കുറിച്ചൊന്നും ആദ്യം പഠിക്കാനേ ഇല്ല അല്ലെ. അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് കുറച്ച് പ്രൊപ്പഗേഷൻസോ അല്ലെങ്കിൽ റിപ്രൊഡക്ഷൻ ഉണ്ട് ഇതിനകത്ത്. അല്ല നമുക്ക് അധികം ടാക്സോണമിയെ കുറിച്ചൊന്നും പഠിക്കാനായിട്ട് ഇവിടെ ഇല്ലേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠനം എന്ന് പറയുന്നത് അല്ലെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു +2 പഠിക്കുന്ന അല്ലെങ്കിൽ ബോട്ടണി ഇഷ്ടമില്ലാത്തവരെ സംബന്ധിച്ച് ടാക്സോണമിയും അതുപോലെ തന്നെ ഫിസിയോളജി ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അതൊന്നും ഇവിടെ പഠിക്കാനില്ല. അപ്പൊ ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് അത് കുറച്ച് ടഫ് ആയിട്ടുള്ള അല്ലല്ല, ഒരു ടഫും ഇല്ല. കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ അല്ലെ. ഇപ്പൊ നമുക്കൊരു ഫോറൻസിക് സയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഇപ്പൊ PCR-നെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അതിന്റെ ഒരു ബേസ് മാത്രമേ നമുക്ക് ഇതിനെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടേ അല്ല. കാരണം ഈ ബയോടെക്നോളജി പോർഷൻസ് ഇത് ഒരു ബേസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനേ ഇല്ല. ചില ഇലക്ട്രോഫോറസിസ് എന്താണ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിംഗ് എന്താണെന്ന് അറിയാത്തവരാരും ചിലപ്പോൾ ഒരു കുട്ടികൾ പോലും ഉണ്ടാവില്ലായിരിക്കും അല്ലെ. ഇപ്പൊ ഫോറൻസിക് സയൻസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻസ് എങ്ങനെ പഠിച്ചെടുക്കുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ കുറച്ച് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ചധികം അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ കുറെ അധികം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിക് ക്രോപ്സ് പോലത്തെ ടോപ്പിക്സ് കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, അവരുടെ കുറച്ച് പേരുകളൊക്കെ തീർച്ചയായിട്ടും ഇവരിനകത്ത് പഠിച്ചിരിക്കേണ്ടതാണ്. പിന്നെ എക്കോളജി ഒക്കെ അറിയില്ലാത്തവർ ആരോ ഉള്ളത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ വരുന്നത് ഫിസിയോളജിയാണ് അല്ലെ. നമ്മുടെ സ്വന്തം ശരീരശാസ്ത്രത്തെ കുറിച്ച് അറിയാത്തവർ ആരോ ഉള്ളത് അത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കാനുള്ളൂ. അത് എൻ്റയർ പോർഷൻസും ഇല്ല. ഇതിനകത്ത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീത്തിങ്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രിറ്ററി, ലോക്കോമോഷൻ, ന്യൂറൽ കൺട്രോൾ, കെമിക്കൽ കോർഡിനേഷൻ, ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഫിസിയോളജി പോർഷൻസ് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ +2 പഠിച്ച അത്രയും പോർഷൻസും ഇല്ല കുട്ടികളെ. ഇതിനകത്ത് നോക്കി ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്നാണെങ്കിൽ ഇവിടെ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്, കാർഡിയാക് സൈക്കിൾ, ECG ഇത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനുണ്ട്. അല്ലാതെ ഇവിടെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. MLT പഠിച്ചു. കാരണം ഇവിടെ വരുന്നതായിരുന്നു ആ ബ്ലഡ് കമ്പോണൻസ് എല്ലാം. അതെല്ലാം പഠിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ച് ഹ്യൂമൻ ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും അല്ലെ. പക്ഷെ അവിടെ നിന്നൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹ്യൂമൻ ഹാർട്ടിന്റെ ഫംഗ്ഷനോ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് ഒന്നും അല്ല അവിടെ ചോദിക്കുക. വാൽവുകളെ കുറിച്ചോ ഒക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ അവിടെ ചോദിക്കുക. നിങ്ങളൊരു 2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു പോർഷൻസ് ആണ്. പിന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കണ്ട് പരിചയമുള്ള. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത്രയോ അധികം ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇല്ലേ എപ്പോഴും PSC ചോദിക്കുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ട് പോകുന്നത് ഇപ്പൊ കോവിഡ് ഇല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ ഇതിനകത്ത് തന്നെ ഇപ്പൊ അലർജി, എയ്ഡ്സ്, ക്യാൻസർ പോലത്തെ എടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ അത് കുറച്ചും കൂടെ പഠിക്കും. ഇപ്പൊ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഇത്ര കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ജനറൽ PSCക്ക് പഠിക്കുന്ന ഒരു LGSന് പഠിക്കുന്നതിന്റെ 4-1 ബുദ്ധിമുട്ട് പോലും ഇല്ലാത്ത ഒരു പോർഷൻസ് ആണ് അല്ലെങ്കിൽ ആ സിലബസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. MLT എന്ന് പറയുന്നത് ഒട്ടും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ 2 ക്ലാസ്സുകൾ കണ്ടു നോക്കൂ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കൂ. ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു ലെവൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയവരും പഠിക്കാതിരിക്കുന്നവരും ഇതിനൊരു സീരിയസ് ആയിട്ട് കാണാത്തവരും ഇനിയും കണ്ടിട്ടില്ലാത്തവരും തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങും. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം. നിങ്ങൾക്ക് വളരെ വീക്കായിട്ട് തോന്നുന്ന പല പോർഷൻസും ഞങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങളിലോട്ട് എത്തിച്ചോളാം. എവിടുന്ന് നോട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ എവിടെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നോ അങ്ങനെയുള്ള ഒരു ടെൻഷൻസും ആവശ്യമില്ല. ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ജോയിൻ ചെയ്യുമല്ലേ? ഇനി നോക്കിയിരിക്കാനുള്ള സമയമില്ലെന്നേ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.